നമസ്കാരം. വേൾഡ് റിയാലിറ്റി മിഷന്റെ കഥകളുടെ ലോകം എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു അനുഭവ കഥയാണ്. 1990 ഒരു പകൽ മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഒരു തീവണ്ടി യാത്ര. ട്രെയിൻ ഓടാൻ വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ അസ്വസ്ഥരായിരിക്കുകയാണ്. ആ ബഹളങ്ങൾക്കിടയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന 25-കാരിയായ ഒരു പെൺകുട്ടിയുടെ മനസ്സ് പക്ഷേ വേറൊരു ലോകത്തായിരുന്നു. ആ വിരസമായ കാത്തിരിപ്പിനിടയിൽ അവളുടെ മനസ്സിന്റെ സ്ക്രീനിൽ വട്ടക്കണ്ണട വെച്ച മെലിഞ്ഞ ആൺകുട്ടി തെളിഞ്ഞു വന്നു. മാന്ത്രിക വടിയും നെറ്റിയിൽ ഇടിമിന്നൽ പോലുള്ള മുറിപ്പാടുമുള്ള ആൺകുട്ടി. അവൾ ബാഗിൽ നിന്ന് ഒരു തുണ്ട് പേപ്പർ എടുത്തു. ചരിത്രം അവിടെ കുറിക്കപ്പെടുകയായിരുന്നു. ലോകം മുഴുവൻ പിന്നീട് ആരാധിച്ച ഹാരി പോട്ടർ എന്ന മാന്ത്രികന്റെ ജനനം അവിടെയായിരുന്നു. പക്ഷേ ആ മാന്ത്രിക ലോകം പുറത്തു വരുന്നതിന് മുമ്പ് ആ എഴുത്തുകാരിക്ക് കടന്നു പോകേണ്ടി വന്നത് നരകതുല്യമായ വഴികളിലൂടെ ആയിരുന്നു. ജീവിതം അവരെ പരീക്ഷിക്കുകയായിരുന്നില്ല, വേട്ടയാടുകയായിരുന്നു. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന രോഗം കാർന്നു നിന്ന അമ്മയുടെ മരണം അവളെ തളർത്തി. അമ്മയുടെ മരണം നൽകിയ വേദനയിൽ നിന്ന് ഒളിച്ചോടാൻ അവർ എഴുത്തിനെ കൂട്ടുപിടിച്ചു. എന്നാൽ വിധിയുടെ പ്രഹരങ്ങൾ അവസാനിച്ചിരുന്നില്ല. വിവാഹ ജീവിതം തകർന്നു. കൈക്കുഞ്ഞുമായി സ്കോട്ട്ലൻഡിലെ എഡിൻസ്ബർഗിൽ ഇടുങ്ങിയ മുറിയിൽ അവൾ തനിച്ചായി. കയ്യിൽ പണമില്ല, വിശപ്പ് മാറ്റാൻ പോലും വകയില്ല. സർക്കാർ നൽകുന്ന തുച്ഛമായ സഹായധനം അതുകൊണ്ട് മാത്രമായിരുന്നു ജീവിതം. വിഷാദം, അതായത് ഡിപ്രഷൻ എന്ന കരിനിഴൽ അവരെ വിഴുങ്ങി. പലപ്പോഴും ആത്മഹത്യയെ കുറിച്ച് പോലും അവർ ചിന്തിച്ചു തുടങ്ങി. താൻ ഒന്നിനും കൊള്ളാത്തവളാണെന്ന ചിന്ത അവളെ വേട്ടയാടി. എങ്കിലും ആ അമ്മ തോറ്റില്ല. കൈക്കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കിക്കിടത്തി അടുത്തുള്ള കഫേയിൽ നിന്ന് ഒരു കപ്പ് കാപ്പിയുടെ ബലത്തിൽ അവൾ എഴുതി. സ്വന്തം കണ്ണീരും കിനാവും ചേർത്ത് അവർ ഒരു മാന്ത്രിക ലോകം പൂർത്തിയാക്കി. വലിയ പ്രതീക്ഷയോടെ തന്റെ ജീവന്റെ ജീവനായ ആ കയ്യെഴുത്ത് പ്രതിയുമായി അവർ പ്രസാധകരെ സമീപിച്ചു. ഫലം നിരാശ. ഒരാളല്ല, രണ്ടാളല്ല, 12 പ്രസാധകർ ആ പുസ്തകം മുഖത്തു നോക്കി നിരസിച്ചു. ഒരു പ്രസാധകൻ അവരോട് പുച്ഛത്തോടെ പറഞ്ഞു, കുട്ടികൾക്കുള്ള ഈ പുസ്തകം എഴുതിയാൽ പട്ടിണി കിടക്കേണ്ടി വരും, വല്ല ജോലിക്കും പോകുന്നതാണ് നല്ലത്. താൻ എഴുതിയത് ഒന്നുമല്ലാതായി പോകുമോ എന്ന് അവളുടെ മനസ്സ് നേറി. ഒടുവിൽ ബ്ലൂംസ്ബെറി എന്ന ചെറിയൊരു പ്രസാധക കമ്പനി ആ പുസ്തകം സ്വീകരിക്കാൻ തയ്യാറായി. അതിന് കാരണമായതോ ആ കമ്പനിയുടെ ഉടമയുടെ 8 വയസ്സുകാരിയായ മകൾ ആലീസ്. അച്ഛൻ കൊടുത്ത ആ പുസ്തകത്തിന്റെ ആദ്യ അധ്യായം വായിച്ച ആ കുട്ടി ബാക്കി കൂടി വായിക്കാൻ വാശി പിടിച്ചു. ആ കുട്ടിയുടെ വാശി ലോകത്തിന്റെ ചരിത്രം തിരുത്തി. പിന്നീട് നടന്നത് ചരിത്രമല്ല, ഒരു അത്ഭുതമാണ്. ഹാരി പോട്ടർ ലോകം കീഴടക്കി. പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞത് കോടികളാണ്. സിനിമകൾ വമ്പൻ ഹിറ്റുകളായി. പട്ടിണി പാവമായിരുന്ന JK റൗളിംഗ് കോടീശ്വരിയായി മാറി. കുട്ടികൾക്ക് വേണ്ടി എഴുതിയാൽ പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞവരുടെ മുന്നിൽ എഴുത്തിലൂടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച വ്യക്തിയായി അവർ തലയുയർത്തി നിന്നു. ഇന്ന് അവരുടെ ആസ്തി $800 മില്യൺ മുകളിലാണ്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ JK റൗളിംഗ് ഇന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നുണ്ട്. ജീവിതത്തിന്റെ അടിത്തട്ടിൽ വീണുപോയാലും അവിടെ നിന്നാണ് ഞാൻ എന്റെ പുതിയ ലോകം കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് സ്വപ്നം കാണുക, തളരാതിരിക്കുക. അടിത്തട്ട് ഒരു അവസാനമല്ല, അതൊരു അടിസ്ഥാനമാണ്. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തിയപ്പോൾ റൗളിംഗ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ജീവിതത്തിലെ ആ തകർച്ചയായിരുന്നു ഞാൻ എൻ്റെ പുതിയ ജീവിതം കെട്ടിപ്പടുത്ത ഉറപ്പുള്ള തറ. ഒന്നിനും കൊള്ളാത്തവളായിരുന്ന ചിന്തയും ദാരിദ്ര്യവും വന്നപ്പോൾ അവൾക്ക് ഇനി തോൽക്കാൻ ഒന്നുമില്ലാതെയായി. ആ ഭയമില്ലായ്മയാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത്. തകർച്ചകൾ അവസാനമല്ല, കുതിച്ചു ചാടുവാനുള്ള ഉറപ്പുള്ള തറയാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല. 12 പ്രസാധകർ ഇത് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പുസ്തകമാണ് പിന്നീട് ചരിത്രം തിരുത്തിയത്. ആ 12 പേരുടെ വാക്കുകൾ കേട്ട് അവർ അന്ന് എഴുത്ത് നിർത്തിയിരുന്നെങ്കിലോ നമ്മുടെ കഴിവുകളെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്ന് കരുതി നമ്മൾ മോശക്കാരാകുന്നില്ല. ലോകം മുഴുവൻ എതിർത്താലും സ്വന്തം സ്വപ്നത്തിൽ വിശ്വസിക്കുവാൻ കാണിക്കുന്ന ആ ധൈര്യമാണ് വിജയം. വേദനകളെ ഇന്ധനമാക്കുക. അമ്മയുടെ മരണം, വിഷാദരോഗവും ദാരിദ്ര്യവും നൽകിയ കൈപ്പേറിയ അനുഭവങ്ങളെ അവർ തൻ്റെ എഴുത്തിലേക്ക് ആവാഹിച്ചു. ഹാരി പോട്ടറിലെ ഡിമൻറ്റുകൾ എന്ന കഥാപാത്രങ്ങൾ അവരുടെ വിഷാദത്തിൽ നിന്നും ഉണ്ടായതാണ്. സങ്കടങ്ങളിൽ തളർന്നിരിക്കുന്നതിന് പകരം
ആ വേദനകളെ സർഗാത്മകമായി ഉപയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. കണ്ണീരിനെ മഷിയാക്കി മറ്റുള്ളവർക്ക് മാത്രമേ ചരിത്രം സൃഷ്ടിക്കുവാൻ കഴിയൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതങ്ങളിലും ഇതുപോലെ തകർച്ചകൾ ഉണ്ടാകാം. 12 വാതിലുകൾ മുഖത്ത് കൊട്ടിയടക്കപ്പെട്ടപ്പോഴും റൗളിംഗ് തോറ്റു പിന്മാറിയില്ല. ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ തള്ളിക്കളഞ്ഞാലോ ശ്രമങ്ങൾ പരാജയപ്പെട്ടാലോ തളരരുത്. എനിക്കായി തുറക്കാൻ കാത്തിരിക്കുന്ന 13ാമത്തെ വാതിൽ മുന്നിലുണ്ട് എന്ന് വിശ്വസിച്ച് നിരാശയെ മറികടന്ന് അടുത്ത ശ്രമത്തിലേക്ക് ധൈര്യപൂർവം കിടക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളിൽ മനം തകർന്ന് മടുത്തു പോകാതെ വീണ്ടും വിജയത്തിനായി പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്, നിങ്ങൾ നിരാശയിലാണ്, മാനസികമായി വേദന അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേൾഡ് ചാരിറ്റി മിഷനുമായി ബന്ധപ്പെടാം. വേൾഡ് ചാരിറ്റി മിഷനുമായി ബന്ധപ്പെടേണ്ട നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല കഥകളുമായി വീണ്ടും ഞങ്ങൾ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.